കുര്യൻ സാറ് ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സതുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും. സൈബറിനകത്ത് ഇപ്പൊ ആരെപ്പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ കൂട്ടത്തോടെ വന്നാണ് എന്നെ ആക്രമിക്കുന്നത്. അതൊക്കെ ഇതിനകത്തുള്ളതാണ്, അതൊന്നും കാര്യമൊന്നും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, സാറിനെ പോലെ സീനിയർ നേതാവ് ഒരു ഉപദേശം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണ്ടേ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്, ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു രാജ്യസഭ. അപ്പൊ അദ്ദേഹം ചില അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുക, നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. അങ്ങനെയൊന്നുമില്ല. രാഹുൽ മാക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നല്ല പോരാട്ടം നടത്തുന്നുണ്ട്, സമരങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ പോരാ എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഈ ഗവൺമെന്റ് അത്രമാത്രം തകർന്നു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ജനവിരുദ്ധ ഗവൺമെന്റാണ്. അപ്പൊ നമ്മൾ എത്ര സമരം ചെയ്താലും പോരാ എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കും സാധാരണ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത്രയും വലിയ ജനവിരുദ്ധമായൊരു ഗവൺമെന്റിനെ കേരള ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇപ്പൊ കഴിഞ്ഞ 10 ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇവിടെയില്ല. എന്താണ് ഈ ഇവിടെ നടക്കുന്ന കീം പോലെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ അനുഭവിച്ച പ്രയാസങ്ങൾ ആരോട് പറയും? ആർക്കെങ്കിലും ചുമതലയുണ്ടോ? വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസം ചെറുതാണോ? അപ്പൊ ഇതൊന്നും പറയാനും കേൾക്കാനും ആരുമില്ലാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ. കേരള ഭരണം ഒരു വൻ തകർച്ചയിലാണ്. അതുകൊണ്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ മാറ്റാനും താഴെ ഇറക്കാനും, ജനാധിപത്യ രീതിയിൽ തന്നെ താഴെ ഇറക്കാനും ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങയുടെ നിലപാടെന്താണ്? നിരന്തരമായി കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ അദ്ദേഹം പരസ്യമായി സ്വീകരിക്കുകയാണ്. ഇന്നലെ പി ജെ കുര്യൻ സാർ തന്നെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാനില്ല, അത് വരട്ടെ. അല്ല, ഞാൻ പറഞ്ഞ അതാണല്ലോ, അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ അങ്ങനെ കാണണ്ട. ഒരു സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. ആ ഉപദേശം നമ്മളെല്ലാവരും സ്വീകരിച്ച് തെറ്റുണ്ടെ തിരുത്തണം. അത് ഒരു സീനിയർ ലീഡറല്ലേ, അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. പാർട്ടി യോഗത്തിലല്ലേ അദ്ദേഹം പറഞ്ഞു, വെളിയിലല്ലോ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അല്ല, ഇല്ലാത്ത മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് എന്താ തെറ്റ്? അത് സ്വയം വിമർശനമായിട്ട് കണ്ടാൽ മതി.